പ്രിയ പ്രേക്ഷകർക്ക് ഇന്ത്യൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് 6-ാം ദിവസത്തെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിലെ അവലോകനത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. ആവേശകരമായ 3 മത്സരങ്ങളെക്കുറിച്ചുള്ള വിശകലനം. ആവേശകരമായ ഇന്നത്തെ 12:30-ക്കുള്ള മാച്ച് എന്ന് പറഞ്ഞാൽ ഫ്രാൻസും സെനഗലും തമ്മിലുള്ള മാച്ചാണ്. അതൊരു ആരാധകർ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്ന ഒരു മത്സരം കൂടിയാണ് ഫ്രാൻസ് സെനഗൽ മത്സരം. നമ്മൾ ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു സമയത്ത് എനിക്ക് 2006 സിനദിൻ സിദ്ധാനി അതുപോലെ തന്നെ മാർക്കോ ഗ്ലാസി തമ്മിലുള്ളൊരു ആ കളിക്കളത്തിൽ ലാസ്റ്റ് സിദ്ധാൻ ചുവപ്പ് കാർഡ് കാട്ടിയതും ആ ചുവപ്പ് കാർഡ് കാട്ടിയത് മാത്രമല്ല സിദ്ധാൻ ആ ടീമിൽ നിന്ന് പുറത്താവുന്ന രംഗം ഇപ്പോഴും നമ്മളൊക്കെ ചുരുക്കം പറഞ്ഞ രോമങ്ങൾ എടുത്ത് പിടിക്കും. ഒന്നത് ഇപ്പോഴത്തെ ടീമിൽ അതുപോലെ തന്നെ നമ്മളെ ഫ്രാൻസിൽ കീപ്പറായിട്ട് മൈക്ക് മേക്കർ ഉഗ്രൻ കീപ്പറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസിൽ കളിക്കുന്ന വില്യംസിലെ ലൂക്കോസ് ഹെർണാണ്ടസ്, അതുപോലെ തന്നെ ഫോർവേഡായിട്ട് എംബാപ്പെ, പിന്നെ ഉസ്മാൻ ഡെമ്പലയ്ക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, വാൽഡിയോ ഏറ്റവും നല്ല മികച്ച കളിക്കാരൻ കൂടിയിട്ടുള്ള തെരഞ്ഞെടുത്താണ് ഫിഫ. ഇതിൽ വേറെ പ്രത്യേകത ഉണ്ട്. സെനഗൽ ടീം 2002 ഗ്രൂപ്പ് ഘട്ടത്തിൽ ഫ്രാൻസിനെ ഔട്ടാക്കിയൊരു ടീം കൂടിയാണ്. ഓർമ്മയില്ലേ? 2002 സെനഗൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് ഫസ്റ്റ്, അങ്ങനെയാണ് ഫ്രാൻസ് ആ ടൂർണമെൻറ്റിൽ നിന്ന് ഔട്ടാകുന്നത്. 2018 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായിട്ട് ഫ്രാൻസ് വരികയാണ് അടുത്ത വേൾഡ് കപ്പിന്. ആ ഫസ്റ്റ് മത്സരത്തിൽ തന്നെയാണ് സെനഗലിനെ പരാജയപ്പെടുത്തിയത്. സെനഗലിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ സെനഗലിലെ സ്റ്റാർ പ്ലെയറാണ് സാദിയോ മാനെ. അയാൾ കളിക്കുന്നത് എന്താ വെച്ചാൽ അയാളെ ജീവിതം തന്നെ ഫുട്ബോളിന് വേണ്ടിയിട്ട് അർപ്പിച്ചിട്ടുള്ള ഒരു കളിക്കാരൻ കൂടിയാണ് സാദിയോ മാനെ. എത്രത്തോളം ഫുട്ബോളിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവൻ സ്വന്തം രാജ്യത്തെ ആളുകൾക്ക് വേണ്ടി ഹോസ്പിറ്റലും മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കളിക്കാരൻ കൂടിയാണ് സെനഗലിൻ്റെ സാദിയോ മാനെ. അതുപോലത്തെ മികച്ച താരങ്ങളുണ്ട്. കൗലി ബാലി സെനഗലിൻ്റെ ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ മെൻഡി ചെൽസിയുടെ ഗോൾ കീപ്പർ കൂടിയായിരുന്നു. ആ ഗോൾ കീപ്പറാണ് ഇന്ന് സെനഗലിൻ്റെ വല കാക്കുന്നത്. ഫ്രാൻസിന് കടുത്ത ഒരു എതിരാളികൾ കൂടിയായിരിക്കും സെനഗൽ. ഇന്നത്തെ 2ാമത്തെ മത്സരത്തിൽ ഇറാഖ് നോർവേ ഉള്ള മത്സരമാണ് പുലർച്ചെ 3:30 നടക്കുന്നത്. ഏഷ്യയിലെ ഒരു ടീമായിട്ടുള്ള ഇറാഖ് നോർവേക്കെതിരെ ആവേശകരമായൊരു മത്സരം കാഴ്ചവെക്കും എന്നുള്ളതാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സ്പെയിനും ഇറാഖും ഒരു സൗഹൃദ മത്സരം കളിച്ചിരുന്നു. ആ കളി 1-1 സമനിലയിലാണ് പിരിഞ്ഞത്. അപ്പോൾ ഇറാഖ് എന്ന് പറഞ്ഞ ടീമിനെ നമ്മൾ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റൂല. പറയാൻ കാരണമുണ്ട്. ഇപ്പോൾ കളിച്ച എല്ലാ ഏഷ്യൻ രാജ്യങ്ങളും കൊറിയ 1-2 ജയിച്ചു. ബാക്കി ഉള്ള ഏഷ്യൻ ടീമുകൾ ഒക്കെ സമനിലയിലാണ് പിരിഞ്ഞത്. അതുകൊണ്ട് ഇന്ന് ഇറാഖും ആയിട്ടുള്ള മത്സരം നല്ല അതിശക്തമായിട്ടുള്ള മത്സരം തന്നെ ആയിരിക്കും. നോർവേ എന്താ വെച്ചാൽ ഒരു ഫുട്ബോളിലെ ഒരു അതിശക്തമായിട്ടുള്ള ടീം തന്നെയാണ് നോർവേ. മുൻകാലങ്ങളിലൊക്കെ വേൾഡ് കപ്പിൽ നോർവേ നല്ല മത്സരം കാഴ്ചവെച്ച ടീമാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നോർവേ യോഗ്യത നേടിയിട്ട് വേൾഡ് കപ്പിലേക്ക് മത്സരത്തിനായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ ആരാധകർക്ക് വേണ്ടിയിട്ട് നല്ലൊരു മത്സരം തന്നെ നോർവേ കാഴ്ചവെക്കാൻ സാധ്യത കൂടുതലുണ്ട്. അതുപോലെ ഇന്നത്തെ ആവേശകരമായിട്ടുള്ള 6:30 പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ അർജന്റീന അൾജീരിയ മത്സരമാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ അർജന്റീന എന്ന് പറയുമ്പോൾ ഞാനൊരു മറ്റേ ബ്രസീലിന്റെ ആണെങ്കിലും അർജന്റീന നമ്മൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മൾ 86 മുതൽ നമ്മള് മറഡോണന്റെ കളി കണ്ടുവന്ന് ഇപ്പോഴും നമ്മളൊരു ആവേശവും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ തന്നെ ഇപ്പോഴത്തെ ഗോൾ കീപ്പർ അർജന്റീന ഗോൾ കീപ്പർ മാൾട്ടിനസ്, അതുപോലെ തന്നെ ഫോർവേഡ് ഓട്ടോമെന്റി, പിന്നെ റൊമാറോ ഡിഫൻസിൽ. ഇപ്പൊ തന്നെ ഫോർവേഡിലായിട്ട് നമ്മള് മെസ്സി, അൽവാറസ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ അതൊക്കെ മുൻനിരയിൽ ഗംഭീര ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നതാ
അത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. നല്ല ഫസ്റ്റ് കളി തന്നെ നല്ല ലീഡും ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ അൾജീരിയ പറഞ്ഞ ടീമിനെ നമുക്ക് എഴുതി തള്ളാൻ ഒരിക്കലും പറ്റൂല. ശക്തരായ ടീമാണ് അൾജീരിയ. അവർ എൻ്റെ അഭിപ്രായത്തിൽ അർജൻറ്റീനനെ പിടിച്ച് കിട്ടും. കളി സമനിലയിലേക്ക് നീങ്ങാനാണ് സാധ്യത. പക്ഷേ ലോക ചാമ്പ്യന്മാർ കൂടിയാണ് അർജന്റീന. കഴിഞ്ഞ വേൾഡ് കപ്പിലെ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ടീമാണ് അർജന്റീന. അത് ഇപ്പോൾ ബ്രസീലിന്റെ കളിയിൽ നെയ്മർ ഫസ്റ്റ് വല്ല ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അർജന്റീനയുടെ മത്സരത്തിൽ കോച്ച് സ്കലോണി നമ്മുടെ മെസ്സിയെ ഫസ്റ്റ് 11-ൽ കൊണ്ടുവരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്താ വെച്ചാൽ ഫിസിക്കലായിട്ട് ആ പ്ലെയർ ഫുൾ ടൈം ഗ്രൗണ്ടിൽ കളിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് മത്സരത്തിൽ തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. അർജന്റീനക്കും വേണ്ടി മെസ്സി ഇല്ലാത്ത ഒരു ഫസ്റ്റ് 11 ഉണ്ടാവാതിരിക്കാൻ വളരെ സാധ്യത കുറവാണ്. അയാൾ കളി തുടങ്ങുമ്പോൾ തന്നെ ടീമിലുണ്ടാവും. ആ ടീമിൻ്റെ എന്താ പറയുക, ഒരു നെടുന്തൂൺ എന്ന് പറയില്ല നമ്മൾ, അതെ അതെ, ഒരു പ്രചോദനമാണ് മെസ്സി ഗ്രൗണ്ടിലുണ്ടെങ്കിൽ. പിന്നെ പുതിയ നിരവധി താരങ്ങളെ അർജന്റീനൻ ടീം കളിക്കളത്തിൽ ഇറക്കുന്നുണ്ട്. സിമിയോണി, നിക്കോപാസ്, ബാർക്കോ തുടങ്ങിയിട്ട് പുതിയ താരങ്ങളെ ഫോർവേഡിലും മിഡ്ഫീൽഡിലും ഒക്കെ അർജന്റീന സ്കലോണി പയറ്റുന്നുണ്ട്. അപ്പോൾ ഒരു മികച്ച തന്ത്രമായിട്ട് തന്നെ ആയിരിക്കും അർജന്റീനിയൻ ടീം കളിക്കളത്തിൽ വരിക. അൾജീരിയയും അർജന്റീനയും ഒരു സൗഹൃദ മത്സരം കളിച്ചിട്ടുണ്ട്. അതിൽ 3-4 അർജന്റീന വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അൾജീരിയയെ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടീം തന്നെയാണ്. ഫാസിൽ പറഞ്ഞ മാതിരി ആ സ്കോർ തന്നെ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. 3-4 ഈ വേൾഡ് കപ്പ് പോലത്തെ വേദിയിൽ ഒന്നുകൂടിയും ലോകം അറിയുന്ന ഒരു ടീമാണ്. ഒന്നുകൂടിയും ടൈറ്റ് മത്സരം വരും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മറ്റുള്ളവർ കളി മോശമാകുകയല്ല, മറ്റുള്ളവരെ ചെറുകിട ടീമുകളൊക്കെ കളി പഠിച്ചു വരിക. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അൾജീരിയയുടെ ക്യാപ്റ്റൻ ഉണ്ട് റിയാദ് മെഹ്റാസ് എന്ന് പറഞ്ഞിട്ടുള്ള കളിക്കാരൻ. കുറേ വർഷങ്ങളോളം നമ്മളെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള ഇടംകാലൻ ഫോർവേഡാണ്. വളരെ മികച്ച രീതിയിൽ ഡ്രിബ്ലിങ്ങും സ്കില്ലും ഉള്ള ഒരു കളിക്കാരൻ കൂടിയാണ് റിയാദ് മെഹ്റാസ്. അത് ആ പ്ലെയറെ അർജന്റീന തീർച്ചയായിട്ടും ഡിഫൻസ് പേടിക്കേണ്ട ഒരു പ്ലെയർ തന്നെയാണ്. ആ പ്ലെയർ അപകടം എന്തായാലും അർജന്റീനയ്ക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ മികച്ച പ്രൊഫഷണൽ താരങ്ങളും അൾജീരിയൻ ടീമിൽ കളിക്കുന്നുണ്ട്. പിന്നെ അർജന്റീനയെ പറ്റി പറയുകയാണെങ്കിൽ ടീം സെറ്റപ്പിൽ ഇപ്പോൾ ലോകത്തെ ഏറ്റവും നല്ല ടീമായിട്ട് നിലനിൽക്കുന്ന ഒരു ടീമാണ് അർജന്റീന. ആ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാശിയോടുകൂടി അത് 11 ആളും, അതെ, അങ്ങനെയുള്ള ടീം വർക്ക് നല്ല വാശിയോടുകൂടി കളിക്കുന്ന ടീമാണ്. ഇപ്പോൾ അർജന്റീന മാറി കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര വാശിയാണ് മത്സരത്തിൽ. ഞങ്ങൾ കഴിഞ്ഞ വേൾഡ് കപ്പ് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓരോ പ്ലേയേഴ്സും പറഞ്ഞ് മെസ്സിക്കും വേണ്ടി ഈ കപ്പ് മെസ്സിക്കും വേണ്ടിയാണ്. ആ മത്സരം 2022 ഒരു കളിച്ചിട്ടുണ്ട്. നല്ല മത്സരമാണ് 2022 നടന്നത്. അതേമാതിരത്തെ മത്സരം തന്നെ ഈ പ്രാവശ്യം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പൊതുവെ 2022 വേൾഡ് കപ്പിനെ മറ്റ് ആരാധകരും ഒക്കെ ഒരു വിമർശിച്ച ഒരു രീതി ഉണ്ടായിരുന്നു. മെസ്സിക്കൊരു കപ്പ് അങ്ങനത്തെ ഒരു രീതി ഉണ്ടോ ഫുട്ബോളിൽ? തീർച്ചയായിട്ടും ഉണ്ട്. മെസ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അവലോകനം നടത്തുന്ന ടൈമിൽ ഫസ്റ്റിലത്തെ ദിവസം ഫുട്ബോളിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു. മെസ്സി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മികച്ച താരമാണ്. മെസ്സിക്ക് ശേഷമാണ് ഇപ്പോഴുള്ള മറ്റുള്ള എല്ലാ കളിക്കാരും മെസ്സിയാണ്. ആ മെസ്സിക്ക് വിരമിക്കുമ്പോൾ ഒരു വേൾഡ് കപ്പ് ഇല്ലാതെ വിരമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫുട്ബോൾ ആരാധകർക്കും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകൾക്കും ഭയങ്കര ഒരു നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് 2022 ആരാധകരും പ്ലേയേഴ്സും പറഞ്ഞത് മെസ്സിക്കൊരു കപ്പ്. അത് സാധിച്ചിട്ടുണ്ട്. അതൊരു വിമർശനമായിട്ട് കാണുന്നുണ്ടോ? വിമർശനം എന്നല്ലേ, മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ്. ഫാസിലിന്റെ ചോദ്യം ഇതായിരിക്കും. ആ 2022 മത്സരം മെസ്സിക്ക് വേണ്ടി ഫിഫ ആ വേൾഡ് കപ്പ് ഒരുക്കിയ മാതിരി എല്ലാ മത്സരത്തിലും പെനാൽറ്റി കിട്ടി? ഒരിക്കലും ഇല്ല. ഇപ്പോൾ ഫുട്ബോളിന്റെ രീതികൾ തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു റഫറി എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് അറിയാലോ. അതിനനുസരിച്ചിട്ടാണ് പെനാൽറ്റി ഒക്കെ കൊടുക്കുക. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് പറയുന്ന മാതിരിയല്ല. പുറത്തുനിന്ന് നമുക്ക് എതിരാളികൾ, ഇപ്പൊ ഞാൻ ബ്രസീലിന്റെ ആളാണ്,
എനിക്ക് ബ്രസീലിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അർജന്റീന എതിർ ടീമായിട്ട് വരുമ്പോൾ ഞാൻ ബ്രസീലിന് അനുകൂലമായിട്ട് പറയും. അങ്ങനെ ആ മൈൻഡിൽ അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ ഒരിക്കലും അത് മെസ്സിക്ക് വേണ്ടി ഫിഫ കളിച്ചെന്നുള്ള ഒരു ധാരണയും ആർക്കും വേണ്ട. നല്ല മത്സരമാണ് ഈ 2022 അർജന്റീന നടത്തി കാഴ്ചവെച്ചിട്ടുള്ളത്. അത് മെസ്സിക്ക് അർഹതപ്പെട്ട കപ്പ് തന്നെയാണ്, അതിലൊരു സംശയം ആർക്കും വേണ്ട. പക്ഷേ എന്നാലും നമ്മൾ ഒരു അപകടമായിട്ടുള്ള ഒരു കാര്യം അർജന്റീനയെ കുറിച്ചിട്ട് ഓർക്കേണ്ടതുണ്ട്. 2022 വേൾഡ് കപ്പിൽ സൗദി അറേബ്യയോട് ഫസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെട്ടിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടാണ് കിരീടം സ്വന്തമാക്കുന്നത്. അപ്പോൾ അൾജീരിയയെ പോലെയുള്ളൊരു ടീമിനെ അത്ര വേഗത്തിൽ മറികടക്കാൻ അർജന്റീനക്ക് സാധിക്കാനുള്ളൊരു പ്രയാസപ്പെട്ട ഒരു ഇതായിരിക്കും. അർജന്റീന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം നല്ല ടീം വർക്കോടെ കളിക്കുന്ന ടീമാണെന്നാണ്. പക്ഷേ അതിനെ ഏത് ടീം, മൊറോക്കോ ബ്രസീലിനെ പിടിച്ചു കെട്ടിയ അതുപോലെ തന്നെ അൾജീരിയ ഒരു പക്ഷേ അർജന്റീനയെ പിടിച്ചു കെട്ടാൻ സാധ്യതയില്ലേ? നമുക്ക് ഏതായാലും നമുക്ക് കാണാം. ഇനി നാളെ രാവിലത്തേക്ക് 6:30 നേരിട്ട് കാണാം ഈ സംഭവങ്ങളൊക്കെ. ഇന്നത്തെ വീഡിയോ വിശകലനത്തെക്കുറിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. പ്രിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ്.